10-15 വർഷം കൊണ്ട് ഇവിടെ വെയിലായാലും മഴയായാലും ഇവിടെ ഇരുന്ന 10 രൂപ വിറ്റ് വെള്ളം കുടിക്കുക, സമയമാകുമ്പം പള്ളിയിലൊന്ന് കയറാം. 5 വിറ്റാലും വിറ്റില്ലേലും 6 മണി വരെയുള്ള കച്ചവടമേ ഉള്ളൂ. അത് കഴിയുമ്പോൾ ഞാൻ അങ്ങ് വിട്ടു. ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാ പ്രേക്ഷകർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് കരുനാഗപ്പള്ളിയിലാണ്. അതായത് കേരളത്തിലെ താജ്മഹൽ എന്നറിയപ്പെടുന്ന പള്ളിയാണ് കരുനാഗപ്പള്ളി. അതായത് കൊല്ലം റൂട്ടിൽ ഹൈവേ സൈഡിലോട് ചേർന്ന് പുതിയകാവ് എന്ന സ്ഥലത്താണ് ഈ പള്ളി സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളും ഇവിടുത്തെ കുറച്ച് ചരിത്രങ്ങളും നമുക്ക് കാണാം. അപ്പം വീഡിയോ കാണുന്നതിന് മുമ്പ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യണം. ഇൻഷാ അല്ലാഹ് നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നത് ഷെയ്ഖ് അലി ഹസൻ എന്ന മഹാനവറുകളുടെ ശിഷ്യന്മാരാണ്, മുരീദന്മാർ. മൊത്തം 11 മഹാന്മാരാണ് ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നത്. ഈ ആദ്യം കാണുന്നതാണ് ഷെയ്ഖ് അലി ഹസൻ എന്ന മഹാനവറുകളുടെ മക്കാമ്. ഇവിടുത്തെ ചരിത്രം എന്ന് പറയുന്നത്, പണ്ട് ഇതൊരു കാടായിരുന്നു. ഈ പള്ളി നിലനിന്ന സ്ഥലത്ത് ഭയാനകരമായ ഒരു കാടാണെന്നാണ് പറയപ്പെടുന്നത്. ആ കാട്ടിനകത്ത് ഒരുപാട് കരുനാഗങ്ങളും സർപ്പങ്ങളെല്ലാം ഉണ്ടായിരുന്നെന്നാണ് പറയുന്നത്. അങ്ങനെ അന്ന് പുതിയകാവ് ഭരിച്ചിരുന്ന കൃഷ്ണപുരം രാജാവ് എന്ന രാജാവിൻ്റെ സ്ഥലമായിരുന്നു ഈ പള്ളി നിൽക്കുന്ന സ്ഥലം. അങ്ങനെ ഈ മഹാനവറുകൾ ഈ കാടിൻ്റെ മുന്നിൽ വന്ന് നോക്കിയിട്ട് മഹാനവറുകൾക്ക് ഈ കാട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഈ രാജാവിൻ്റെ അടുത്ത് പോയി സംസാരിച്ച്, ആദ്യമൊന്നും രാജാവ് സമ്മതിച്ചില്ല. പിന്നെയും മഹാനവറുകൾ പോയി സംസാരിക്കുകയും, അങ്ങനെ മഹാനവറുകളുടെ ശല്യം കാരണം രാജാവ് പറയുകയാണ്, എങ്കിലും ഇതിനകത്ത് താമസിച്ചോ, കുഴപ്പമില്ലെന്ന് പറഞ്ഞു. അപ്പോൾ രാജാവിനറിയാം ഇതിനകത്ത് നിറച്ച് കരുനാഗങ്ങളാണ്, അധികം നാൾ ഇതിനകത്ത് താമസിക്കാൻ പറ്റത്തില്ല, ഏത് സമയം വേണമെങ്കിലും മരണം സംഭവിക്കാം. അങ്ങനെ താമസിക്കാൻ സൗകര്യം കൊടുക്കുകയും മഹാനവറുകൾ ആ കാട്ടിൽ കയറുകയും ചെയ്യുകയായിരുന്നു. അങ്ങനെ മഹാനവറുകൾ ഈ കാട്ടിൽ തന്നെ ജീവിതം സ്ഥിരമാക്കി വരികയായിരുന്നു. മഹാനവറുകൾ പറയുന്നതെല്ലാം ഈ കരുനാഗങ്ങൾ കേൾക്കാൻ തുടങ്ങി ഒരു അനുസരണയോടുകൂടി. അങ്ങനെ ഒരു ദിവസം ഒരു കൂട വെച്ച് കൊടുത്തിട്ട് ഈ നാഗങ്ങളെല്ലാം വിളിച്ച് ആ കൂടക്കകത്ത് കയറ്റുകയായിരുന്നു. അങ്ങനെ ഈ നാഗങ്ങളെല്ലാം പിടിച്ചുകൊണ്ട് രാജാവിൻ്റെ സന്നിധിയിലേക്ക് ചെല്ലുകയാണ് ഈ മഹാനവറുകൾ. രാജാവ് ഓർത്ത് മഹാനവറുകൾ എന്നപ്പം ഈ സ്ഥലം കൊടുത്തപ്പം സന്തോഷത്തിനൊരു പ്രത്യുപകാരമായി സമ്മാനമായിട്ട് ചെല്ലുകയാണെന്ന് രാജാവ് ഓർത്ത്. അങ്ങനെ ഈ കൂട തുറക്കുകയും നാഗങ്ങളെല്ലാം പുറത്തിറങ്ങി നിൽക്കാൻ തുടങ്ങി. രാജാവും സൈന്യക്കാരെല്ലാവരും പേടിച്ച് മാറാൻ തുടങ്ങി. കാരണം കൊടും വിഷമുള്ള നാഗങ്ങളെല്ലാം ഈ മഹാനവറുകൾ പിടിച്ചുകൊണ്ട് വന്നപ്പോൾ അവർക്കൊരു അത്ഭുതമായാണ് തോന്നിയത്. അങ്ങനെ ഈ രാജാവ് തന്നെ പറഞ്ഞു, ഇതിനെല്ലാം കൊണ്ടുപോകണം, ഇവിടുന്ന് മാറ്റം ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ ഈ മഹാനവറുകളുടെ ഒരു ശക്തി അവർ തിരിച്ചറിഞ്ഞു, എന്തോ ഇതിലൊരു ശക്തിയുണ്ട് എന്ന രീതിയിൽ അവർ തിരിച്ചറിയുകയും അങ്ങനെ ഈ കാട്ടിനകത്ത് മഹാനവറുകൾക്കൊരു പള്ളി കെട്ടി കൊടുക്കുകയായിരുന്നു ചെയ്തത്. അങ്ങനെ ദീനു വേണ്ടിയുള്ള കാര്യങ്ങളും രാജാവ് ചെയ്തു കൊടുത്തു. അങ്ങനെയാണ് കരുനാഗപ്പള്ളി എന്ന് പേര് വരാനുള്ള കാരണം. ഞങ്ങൾ വന്ന ദിവസം ഒരുപാട് പേര് സിയാറത്തിനായിട്ടും പ്രാർത്ഥിക്കാനായിട്ടും വന്നിട്ടുണ്ടായിരുന്നു. ഒരുപാട് ഹിന്ദുക്കളും ഉണ്ടായിരുന്നു അന്ന്. കാരണം ഞങ്ങളിന്ന് വ്യാഴാഴ്ചയായിരുന്നു. വ്യാഴാഴ്ച വൈകുന്നേരം ഒരുപാട് പേര് അങ്ങനെ പ്രാർത്ഥിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ ഒരുപാട് തിരക്ക് വരുന്നത് വ്യാഴാഴ്ചയും ഞായറാഴ്ചയാണ് വൈകുന്നേരങ്ങളിൽ. പിന്നെ ഒരുപാട് പേര് യാത്രക്കാർ വരാറുണ്ട്. ഈ ലോങ് യാത്രകളൊക്കെ പോകുന്നവർ ഈ പള്ളി കയറി ഒന്ന് നേർച്ച കർപ്പിച്ചിട്ട് അവർ പോകാറുള്ളൂ. കാരണം ലോങ് യാത്രകളിലൊക്കെ ഒരുപാട് ക്ലേശങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടി ഹിന്ദുക്കളാണെങ്കിൽ ഇവിടെ കയറി നേർച്ച കർപ്പിച്ചിട്ട് അവർ
പോകാറുള്ളൂ. ഇവിടെ പ്രധാനമായിട്ട് ഒരുപാട് പേര് പഴങ്ങളാണ് നേർച്ചയായിട്ട് കൊടുക്കുന്നത്. ഈ പഴങ്ങളെല്ലാം ഇവിടുത്തെ നേർച്ചകളാണ്. ഇവിടെ നിന്ന് മേടിച്ചിട്ടാണ് അവർ അകത്തേക്ക് കൊടുക്കുന്നത്. അല്ലെങ്കിൽ സ്ഥിരമായി പള്ളിയുടെ പുറത്ത് ഒരുപാട് കച്ചവടക്കാരുണ്ട്. ഇവിടെ ഇവിടുത്തെ 10-15 വർഷം കൊണ്ട് ഇവിടെ വെയിലായാലും മഴയായാലും വിടുന്ന ഒരുപാട് ഐറ്റംസ് വിൽക്കുന്ന 10 ഒരുപാട് രൂപയ്ക്ക് വെള്ളം കുടിക്കുക, പുറത്തുമുണ്ട്. സമയമാകുമ്പം പള്ളിയിലൊന്ന് കയറാം. ഞങ്ങൾ ഈ വാപ്പാനെ 5 വിറ്റാലും വിറ്റില്ലേലും 6 മണി വരെയുള്ള കച്ചവടമേ ഉള്ളൂ. അത് കഴിയുമ്പോൾ ഞാൻ അങ്ങ് വീട്ടിൽ പോകും. അത് കഴിഞ്ഞ് എൻ്റെ വടക്കേപ്പുറത്ത് ഒരു പള്ളിയുണ്ട്, ബായാർത്ത് പള്ളി എന്ന് പറയും. അവിടെയാണ് എൻ്റെ നിസ്കാരവും എല്ലാ കാര്യങ്ങളും. എത്ര വർഷമാണ് ഇവിടെ? ഇവിടെ 10-15 വർഷത്തോളം. എൻ്റെ പേരും ബഷീർ. ഇതുകൊണ്ടാണ് ഇതുകൊണ്ടാണ് ജീവിച്ചു പോകുന്നത്. ഇവിടുത്തെ പള്ളിയെക്കുറിച്ച് എങ്ങനെയുണ്ട്? നല്ല അഭിപ്രായം. ഒരുപാട് ആൾക്കാർ വരുന്നു. ഇന്നും മഴ ആയതുകൊണ്ടാണ് ഇച്ചിരി മങ്ങൽ. ഇനി അസറ് കഴിയുമ്പോൾ 4 മണി കഴിയുമ്പോൾ അറിയാം. അടുത്ത് തന്നെയാണ് വീട് നമ്മുടെ ഈ അമാത്തിലാണ്. ഈ അമാത്ത് തന്നെ ബായാർത്ത് പള്ളി. എല്ലാവരുടെയും സഹായം കൊണ്ട് ഇങ്ങനെ മുമ്പോട്ട് പോവുക. ഇൻഷാ അല്ലാ നമ്മൾ ഈ വീഡിയോ കണ്ടിട്ട് ആരിലൊക്കെ വരുന്നുണ്ടെങ്കിൽ ഈ വാപ്പാനെ ഒന്ന് ഓർത്തേക്കണം. പറ്റുന്ന രീതിയിലൊന്ന് സഹായിക്കണം എല്ലാവരും. ഇൻഷാ അല്ലാ. നമുക്ക് ഇനി പുതിയൊരു വീഡിയോയിൽ കാണാം. എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബൊക്കെ ചെയ്യണം. എല്ലാവരും മാക്സിമം ഷെയർ ചെയ്യണം. അസ്സലാമു അലൈക്കും.